17/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെ സദോ പ്രധാനം ആകുന്നതോടൊപ്പം പഠനത്തിലൂടെ സമ്പാദ്യവും ശേഖരിക്കണം. പഠനത്തിൻ്റെ സമയത്ത് ബുദ്ധി അവിടെയും ഇവിടെയും ഓടരുത്. ചോദ്യം: ഡബിൾ അഹിംസകരും അൺനോൺ വാരിയേഴ്സുമായ നിങ്ങളുടെ ഏതൊരു വിജയം നിശ്ചിതമാണ്. എന്തുകൊണ്ട്? ഉത്തരം: കുട്ടികളായ നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യമാണ് നമ്മൾ രാവണനിൽ നിന്നും നമ്മുടെ രാജ്യം നേടിയിട്ടേ വിടുകയുള്ളൂ. ഡ്രാമയിൽ ഈ യുക്തിയും രചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിജയം നിശ്ചിതമാണ്. കാരണം നിങ്ങളോടൊപ്പം സാക്ഷാൽ പരംപിത പരമാത്മാവുണ്ട്. നിങ്ങൾ യോഗബലത്തിലൂടെ വിജയം നേടുന്നു. മന്മനാഭവയുടെ മഹാമന്ത്രത്തിലൂടെ നിങ്ങൾക്ക് രാജപദം ലഭിക്കുന്നു. നിങ്ങൾ പകുതി കൽപ്പം രാജ്യം ഭരിക്കും. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. മധുരമായ കുട്ടികൾ, മുന്നിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മുടേത് ഒരു സാകാര ടീച്ചർ അല്ല. നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബയാണ്. ഇത് ഉറച്ച നിശ്ചയമുണ്ട്. ആ ഒന്ന് നമ്മുടെ പിതാവുമാണ്. പഠിക്കുമ്പോൾ പഠനത്തിൽ അറ്റൻഷൻ ഉണ്ടായിരിക്കുന്നു. സ്റ്റുഡൻറ് തൻ്റെ സ്കൂളിൽ ഇരിക്കുമ്പോൾ ടീച്ചറിനെ ഓർമ്മ വരും, അല്ലാതെ അച്ഛനെയല്ല. കാരണം സ്കൂളിലാണ് ഇരിക്കുന്നത്. നിങ്ങളും അറിയുന്നുണ്ട്, ബാബ ടീച്ചറുമാണ്. പേരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ. ശ്രദ്ധയിൽ വെക്കേണ്ടത് ഞാൻ ആത്മാവാണ്, ബാബയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഒരിക്കലും ഉണ്ടാകുന്നതേയില്ല. സത്യയുഗത്തിലും ഇല്ല, കലിയുഗത്തിലും ഉണ്ടാകുന്നില്ല. കേവലം ഒരേ ഒരു തവണ സംഗമത്തിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പിതാവ് ഈ സമയം ടീച്ചറാണ്. കാരണം പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ആത്മാവ് ശിവബാബയിൽ നിന്നും പഠിക്കുന്നു. ഇതും യോഗവും പഠനവുമാകുന്നു. പഠിക്കുന്നത് ആത്മാവാണ്, പഠിപ്പിക്കുന്നത് പരമാത്മാവാണ്. ഇതിൽ കൂടുതൽ നേട്ടമുണ്ടായിരിക്കുന്നത് നിങ്ങൾ സന്മുഖത്തുള്ളപ്പോഴാണ്. വളരെയധികം കുട്ടികൾ നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കും. കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അതും പവിത്രതയുടെ ശക്തി ലഭിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയാം, ശിവ് ബാബ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ യോഗവുമാണ്, സമ്പാദ്യവുമാണ്. ആത്മാവിന് തന്നെയാണ് സദോ പ്രധാനം ആകേണ്ടത്. നിങ്ങൾ സദോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു, ധനവും എടുത്തുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. ബുദ്ധി ഓടാൻ പാടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണം. ശിവബാബ പഠിപ്പിക്കുന്നതിനായി ടീച്ചറിൻ്റെ രൂപത്തിൽ ഇതാ വന്നിരിക്കുന്നു. ആ ഒന്ന് നോളജ്ഫുള്ളാണ്, നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കണം. സ്വദർശന ചക്രധാരിയും നമ്മളാണ്, ലൈറ്റ് ഹൗസുമാണ്. ഒരു കണ്ണിൽ ശാന്തിധാമം, മറു കണ്ണിൽ ജീവൻ മുക്തിധാമം. ഈ കണ്ണുകളുടെ കാര്യമല്ല, ആത്മാവിൻ്റെ 3ാമത്തെ നേത്രം എന്ന് പറയുന്നു. ഇപ്പോൾ ആത്മാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത്, അപ്പോൾ ആത്മാവിൽ ഈ സംസ്കാരം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാബയുമായി യോഗം വയ്ക്കുന്നു. സത്യയുഗം മുതൽ നിങ്ങൾ വിയോഗിയായിരുന്നു, അതായത് ബാബയുമായി യോഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ യോഗിയാകുന്നു, ബാബയ്ക്ക് സമാനം. യോഗം പഠിപ്പിക്കുന്നത് ഈശ്വരനാണ്. അതിനാൽ ആ ഒന്നിനെ യോഗേശ്വരൻ എന്ന് പറയുന്നു. നിങ്ങളും യോഗേശ്വരൻ്റെ കുട്ടികളാണ്. ആ ഒന്ന്
യോഗം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒന്ന് യോഗം പഠിപ്പിക്കുന്ന പരംപിത പരമാത്മാവാണ്. നിങ്ങൾ ഓരോരുത്തരും യോഗേശ്വരനും യോഗേശ്വരിയും ആകുന്നു. പിന്നീട് രാജരാജേശ്വരിയാകും. ആ ഒന്ന് യോഗം പഠിപ്പിക്കുന്ന ഈശ്വരനാണ്. സ്വയം പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണന്റെ തന്നെ ആത്മാവ് അന്തിമ ജന്മത്തിൽ യോഗം പഠിച്ച് പിന്നെ ശ്രീകൃഷ്ണൻ ആകുന്നു. അതിനാൽ ശ്രീകൃഷ്ണനെയും യോഗേശ്വരൻ എന്ന് പറയുന്നു. കാരണം ശ്രീകൃഷ്ണന്റെ ആത്മാവ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. യോഗേശ്വരനിൽ നിന്നും യോഗം പഠിച്ച് ശ്രീകൃഷ്ണന്റെ പദവി നേടുന്നു. ഇദ്ദേഹത്തിന്റെ നാമം ബാബ ബ്രഹ്മാവ് എന്ന് വച്ചിരിക്കുന്നു. മുൻപ് ലൗകിക നാമമായിരുന്നു, പിന്നെ മർജീവ ആയി. ആത്മാവിന് തന്നെയാണ് ബാബയുടേത് ആകേണ്ടത്. ബാബയുടേത് ആയപ്പോൾ മരിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങളും ബാബയിലൂടെ യോഗം പഠിക്കുന്നു. ഈ സംസ്കാരങ്ങളുമായി തന്നെ നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകും. പിന്നെ പ്രാപ്തിയുടെ പുതിയ പാർട്ട് എമർജ് ആകും. അവിടെ ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുകയില്ല. ഇത് ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ പാർട്ട് പൂർത്തിയാകുന്നു, വീണ്ടും പുതിയതായി ആരംഭിക്കും. ഇതുപോലെ ബാബയ്ക്ക് സങ്കല്പം വന്നു, ഞാൻ പോകട്ടെ എന്ന്. അപ്പോൾ ബാബ പറയുന്നു, ഞാൻ വരുന്നു. എൻ്റെ വാണി ഉച്ചരിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യുന്നു. അവിടെയാണെങ്കിൽ ശാന്തിയിലാണ്. പിന്നെ ഡ്രാമ അനുസരിച്ച് ആ ഒന്നിൻ്റെ പാർട്ട് ആരംഭിക്കുന്നു. വരാനുള്ള സങ്കല്പം ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കളും കേൾക്കുന്നു. നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ദിനം പ്രതിദിനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് വലിയ റോയൽ ഹാളും ലഭിക്കും. അതിൽ വലിയ വലിയ ആൾക്കാർ വരും. എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കും. ദിനം പ്രതിദിനം ധനികരും പാവപ്പെട്ടവർ ആയിക്കൊണ്ടിരിക്കും. വയർ പിന്നിൽ ഒട്ടും. ഇങ്ങനെയുള്ള ആപത്തുകൾ വരേണ്ടതുണ്ട്. പെരുമഴ പെയ്യും. അപ്പോൾ മുഴുവൻ കൃഷിയിടങ്ങളും മറ്റും വെള്ളത്തിൽ മുങ്ങിപ്പോകും. നാച്ചുറൽ കലാമിറ്റീസ് വരിക തന്നെ വേണം. വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെയാണ് പ്രകൃതിയുടെ ആപത്തുകൾ എന്ന് പറയുന്നത്. ബുദ്ധി പറയുന്നു, വിനാശം തീർച്ചയായും ഉണ്ടാകണം. ആ ഭാഗത്തേക്ക് വേണ്ടി ബോംബുകളും തയ്യാറാണ്. നാച്ചുറൽ കലാമിറ്റീസ് തുടങ്ങിയവ പിന്നെ ഇവിടത്തേക്ക് വേണ്ടിയാണ്. ഇതിൽ വലിയ ധൈര്യം ആവശ്യമാണ്. അംഗദന്റെയും ഉദാഹരണമുണ്ടല്ലോ. അംഗദനെ ആർക്കും കുലുക്കുവാൻ സാധിച്ചില്ല. ഈ അവസ്ഥ ഉറപ്പിക്കണം. ഞാൻ ആത്മാവാണ്. ശരീരത്തിൻ്റെ ബോധം മാറിക്കൊണ്ടിരിക്കണം. സത്യയുഗത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സമയം പൂർത്തിയാകുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് പോയി കുട്ടിയാകേണ്ടതുണ്ട്. ഒരു ശരീരം ഉപേക്ഷിച്ച് പോയി മറ്റൊന്നിൽ പ്രവേശിക്കുന്നു. ശിക്ഷകൾ ആദിയായവ ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ദിനം പ്രതിദിനം നിങ്ങൾ സമീപം വന്നുകൊണ്ടിരിക്കും. ബാബു പറയുന്നു, എന്നിൽ ഏത് പാർട്ടാണോ അടങ്ങിയിട്ടുള്ളത് അത് പ്രത്യക്ഷം ആയിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. പിന്നീട് ബാബയുടെ പാർട്ട് പൂർത്തിയാകും. അപ്പോൾ നിങ്ങളുടേതും പൂർത്തിയാകും. പിന്നെ നിങ്ങളുടെ സത്യയുഗത്തിലെ പാർട്ട് ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തൻ്റെ രാജ്യം നേടണം. ഈ ഡ്രാമ വലിയ യുക്തിയോടുകൂടി തയ്യാറാക്കപ്പെട്ടതാണ്. നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നു. ഇതിലും സമയമെടുക്കുന്നു. അവരാണെങ്കിൽ ഒരു ഭാഗത്ത് മനസ്സിലാക്കുന്നു നമ്മൾ സ്വർഗത്തിൽ ഇരിക്കുന്നു, ഇത് സുഖധാമം ആയി കഴിഞ്ഞു. മറുഭാഗത്ത് പിന്നെ ഗീതത്തിലും ഭാരതത്തിൻ്റെ അവസ്ഥ കേൾപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇതാണെങ്കിൽ കൂടുതൽ തമോ പ്രധാനം ആയിക്കഴിഞ്ഞു.
ഡ്രാമ അനുസരിച്ച് ശക്തമായി തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ സതോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമീപം വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ വേണം. നിലവിളികൾക്ക് ശേഷം പിന്നെ ജയ ജയ ഘോഷം ഉണ്ടാകും. നെയ്യുടെ നദികൾ ഒഴുകും. അവിടെ നെയ്യോ മറ്റോ വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യം വരികയില്ല. സർവരുടെയും അടുക്കൽ തൻ്റെ ഫസ്റ്റ് ക്ലാസ് പശുക്കൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര ഉയർന്നവരാകുന്നു! നിങ്ങൾക്കറിയാം, വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വീണ്ടും റിപ്പീറ്റ് ആകുന്നു. ബാബ വന്ന് വേൾഡിൻ്റെ ഹിസ്റ്ററി റിപ്പീറ്റ് ആക്കുന്നു. അതിനാൽ ബാബ പറഞ്ഞു, ഇതും എഴുതൂ. വേൾഡിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫി എങ്ങനെ റിപ്പീറ്റ് ആകുന്നു എന്നത് വന്ന് മനസ്സിലാക്കൂ. ആരാണോ സെൻസിബിളായവർ അവർ പറയും, ഇപ്പോൾ അയൺ ഏജ് ആണ്, അപ്പോൾ തീർച്ചയായും ഗോൾഡൻ ഏജ് റിപ്പീറ്റ് ആകും. ചിലരാണെങ്കിൽ പറയും, സൃഷ്ടിയുടെ ചക്രം 1,00,000 വർഷങ്ങളുടേതാണ്, ഇപ്പോൾ എങ്ങനെ റിപ്പീറ്റ് ആകും എന്ന്. ഇവിടെ സൂര്യവംശിയുടെയും ചന്ദ്രവംശിയുടെയും ഹിസ്റ്ററി ഒന്നുമില്ല. അന്തിമം വരെയും ഈ ചക്രം എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത് അതും അറിയുന്നില്ല. ഇവരുടെ രാജ്യം വീണ്ടും എപ്പോൾ ഉണ്ടാകും? രാമരാജ്യത്തെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ബാബയുണ്ട്. ഏതു ഭാഗത്ത് സാക്ഷാൽ പരംപിത പരമാത്മാവാകുന്ന ബാബയുണ്ടോ അവരുടെ വിജയം തീർച്ചയായും ഉണ്ടാകണം. ബാബ ഹിംസയൊന്നും ചെയ്യിക്കുകയില്ല. ആരെയെങ്കിലും കൊല്ലുന്നത് ഹിംസയാണല്ലോ. ഏറ്റവും വലിയ ഹിംസയാണ് കാമകഠാര പ്രയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡബിൾ അഹിംസകർ ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉള്ളത് അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മമാണ്. അവിടെ അടികൂടുന്നില്ല, വികാരത്തിൽ പോകുന്നതുമില്ല. ഇപ്പോൾ നിങ്ങളുടേത് യോഗബലമാണ്. എന്നാൽ ഇതിനെ മനസ്സിലാക്കാത്തത് കാരണം ശാസ്ത്രങ്ങളിൽ അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധം എന്ന് എഴുതിയിട്ടുണ്ട്. അഹിംസയെക്കുറിച്ച് ആരും അറിയുന്നില്ല. ഇത് നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങൾ ഇൻകോഗ്നിറ്റോ വാരിയേഴ്സാണ്, അതായത് ഗുപ്ത യോദ്ധാക്കളാണ്. അൺനോൺ ബട്ട് വെരി വെൽ നോൺ. നിങ്ങളെ ആരെങ്കിലും വാരിയേഴ്സായി മനസ്സിലാക്കുമോ? അതായത് യോദ്ധാക്കളായി മനസ്സിലാക്കുമോ? നിങ്ങളിലൂടെ സർവർക്കും മന്മനാഭവയുടെ സന്ദേശം ലഭിക്കും. ഇതാണ് മഹാമന്ത്രം. മനുഷ്യർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിലും ത്രേതായിലും ഇത് ഉണ്ടായിരിക്കുന്നില്ല. മന്ത്രത്തിലൂടെയാണ് നിങ്ങൾ രാജപദം നേടിയത്. പിന്നീട് ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ചക്രം കറങ്ങി വന്നത്. ഇപ്പോൾ വീണ്ടും ബാബ മഹാമന്ത്രം നൽകുന്നു. പിന്നെ പകുതി കൽപ്പം രാജ്യം ഭരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. ബാബ നിർദ്ദേശം നൽകുന്നു. തൻ്റെ ചാർട്ട് വയ്ക്കുന്നതിലൂടെ വളരെയധികം രസമുണ്ടാകും. രജിസ്റ്ററിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. സ്വയവും ഫീൽ ചെയ്യുന്നു. ചിലർ നന്നായി പഠിക്കുന്നു, ചിലർക്ക് അറ്റൻഷൻ ഉണ്ടായിരിക്കുന്നില്ല, അപ്പോൾ ഫെയിലായി പോകുന്നു. ഇത് പിന്നെ പരിധിയില്ലാത്ത പഠനമാണ്. ബാബ ടീച്ചറുമാണ്, ഗുരുവുമാണ്, ഒരുമിച്ച് നടക്കുന്നു. ഇത് ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് പറയുന്നു, മർജീവ ആകൂ. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവാണ്. ബ്രഹ്മാവിലൂടെ രാജ്യം നൽകുന്നു. ഇദ്ദേഹം ഇടയിലുള്ള ദല്ലാളാണ്. ഇദ്ദേഹവുമായി യോഗം ചേർക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി യോജിച്ചു. തൻ്റെ ആ പതിമാരുടെയും പതിയായ ശിവപ്രിയതമനോട്. ഇദ്ദേഹത്തിലൂടെ ആ ഒന്ന് നിങ്ങളെ സ്വന്തമാക്കുന്നു. പറയുന്നു,
സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. നമ്മൾ ആത്മാവ് പാർട്ട് പൂർത്തിയാക്കി. ഇപ്പോൾ ബാബയുടെ അടുക്കിലേക്ക് വീട്ടിലേക്ക് പോകണം. ഇപ്പോഴാണെങ്കിൽ മുഴുവൻ സൃഷ്ടിയും തമോ പ്രധാനമാണ്. 5 തത്വവും തമോ പ്രധാനമാണ്. അവിടെ എല്ലാം പുതിയതായിരിക്കും. ഇവിടെയാണെങ്കിൽ നോക്കൂ, വജ്ര വൈഡൂര്യങ്ങൾ തുടങ്ങിയ ഒന്നുമില്ല. സത്യയുഗത്തിൽ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഖനികൾ കാലിയായി കഴിഞ്ഞു. അവയെല്ലാം വീണ്ടും ഇപ്പോൾ നിറയുന്നു. ഖനികളിൽ നിന്നും ഖനനം ചെയ്ത് കൊണ്ടുവരുന്നു. ചിന്തിക്കൂ, എല്ലാ വസ്തുക്കളും പുതിയതായിരിക്കുമല്ലോ. ലൈറ്റ് തുടങ്ങിയവയും നാച്ചുറൽ പോലെ ആയിരിക്കും. സയൻസിലൂടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇതും ഉപയോഗത്തിൽ വരുന്നു. ഹെലികോപ്റ്റർ നിൽക്കും, ബട്ടൺ അമർത്തി അത് പറന്നു. യാതൊരു പ്രയാസവുമില്ല. അവിടെ എല്ലാം ഫുൾ പ്രൂഫ് ആയിരിക്കും. ഒരിക്കലും മെഷീനോ മറ്റോ കേടാവുക സാധ്യമല്ല. വീട്ടിലിരിക്കെ സെക്കൻഡിൽ സ്കൂളിലും ചുറ്റിക്കറങ്ങാനും എത്തിച്ചേരുന്നു. പ്രജകൾക്കായി പിന്നെ അതിനേക്കാൾ കുറവായിരിക്കും. നിങ്ങൾക്ക് അവിടെ സർവസുഖവും ഉണ്ടായിരിക്കും. അകാല മൃത്യു ഉണ്ടാവുക സാധ്യമല്ല. അപ്പോൾ കുട്ടികളായ നിങ്ങൾ എത്ര അറ്റൻഷൻ നൽകേണ്ടത് ആവശ്യമാണ്. മായയുടെയും വളരെയധികം ശക്തിയുണ്ട്. ഇതാണ് മായയുടെ അന്തിമ പുറമോടി. യുദ്ധത്തിൽ നോക്കൂ, എത്ര പേർ മരിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നതേയില്ല. ഇത്രയും മുഴുവൻ ലോകമെവിടെ? ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു സ്വർഗമെവിടെ? അവിടെ ഗംഗ പതീത പാവനിയാണ് എന്ന് പറയില്ല. അവിടെ ഭക്തിമാർഗത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഗംഗയിൽ നോക്കൂ, മുഴുവൻ പട്ടണത്തിൻ്റെയും മാലിന്യം പതിച്ചുകൊണ്ടിരിക്കുന്നു. ബോംബെയിലെ മുഴുവൻ മാലിന്യവും സാഗരത്തിലേക്ക് ഒഴുകുന്നു. ഭക്തിയിൽ നിങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. വജ്ര വൈഡൂര്യങ്ങളുടെ സുഖം ഉണ്ടായിരിക്കുന്നുവല്ലോ. 3/4 ഭാഗം സുഖമാണ്, ബാക്കി 1/4 ഭാഗമാണ് ദുഃഖം. പകുതി പകുതി ആണെങ്കിൽ പിന്നെ രസം ഉണ്ടായിരിക്കുകയില്ല. ഭക്തി മാർഗത്തിലും നിങ്ങൾ വളരെയധികം സുഖമുള്ളവരായി കഴിയുന്നു. പിന്നെ ക്ഷേത്രങ്ങളും മറ്റും വന്ന് കൊള്ളയടിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ എത്ര ധനികരായിരുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. എയിം ഒബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. മാതാപിതാക്കളുടേത് സർട്ടനാണ്. പാടപ്പെടുന്നുണ്ട്, സന്തോഷം പോലെ ഒരു ഔഷധമില്ല എന്ന്. യോഗത്തിലൂടെ ആയുസ് വർദ്ധിക്കുന്നു. ഇപ്പോൾ ആത്മാവിന് സ്വയം തൻ്റെ ദർശനമുണ്ടായി. ഞാൻ 84ൻ്റെ ചക്രത്തിൽ കറങ്ങുന്നു. ഇത്രയും പാർട്ട് അഭിനയിക്കുന്നു. ആക്ടേഴ്സായ എല്ലാ ആത്മാക്കളും താഴേക്ക് വരും. അപ്പോൾ ബാബ എല്ലാവരെയും കൊണ്ടുപോകും. ശിവന്റെ ഘോഷയാത്ര എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് അറിയുന്നു. എത്രത്തോളം നിങ്ങൾ ഓർമ്മയിലിരിക്കുമോ അത്രയും സന്തോഷത്തിലിരിക്കും. ദിനം പ്രതിദിനം ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം പഠിപ്പിക്കുന്നത് ആ ബാബയാണല്ലോ. ഇദ്ദേഹവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്, അതായത് ബ്രഹ്മാവിന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ചോദിക്കുന്നത് നിങ്ങളാണ്. ഇദ്ദേഹം കേൾക്കുക മാത്രം ചെയ്യുന്നു. ബാബയാണ് റെസ്പോണ്ട് നൽകുന്നത്. ഇദ്ദേഹവും കേൾക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി എത്ര വണ്ടർഫുള്ളാണ്. ഇദ്ദേഹവും ഓർമ്മയിൽ ഇരിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുന്നു. ബാബ എന്നെ കഴിപ്പിക്കുന്നു. ഞാൻ ആ ഒന്നിന് തൻ്റെ രഥം നൽകുന്നു, സവാരി ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് കഴിപ്പിച്ചുകൂടാ? ഇത് ഹ്യൂമൻ അശ്വമാണ്, ശിവ് ബാബയുടെ രഥമാണ്. ഈ ചിന്ത ഉണ്ടായിരിക്കുന്നതിലൂടെയും ശിവ് ബാബയുടെ ഓർമ്മ നിലനിൽക്കും. ഓർമ്മയിലൂടെയാണ് നേട്ടമുള്ളത്.
ഭണ്ഡാരയിൽ ഭോജനം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കൂ, നമ്മൾ ശിവ് ബാബയുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. സ്വയവും ശിവ് ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെയും നേട്ടമാണുള്ളത്. ഏറ്റവും കൂടുതൽ പദവി ലഭിക്കുന്നത് ആരാണോ ഓർമ്മയിലിരുന്ന് കർമാതീത അവസ്ഥ നേടുകയും സർവീസും ചെയ്യുന്നത് അവർക്കാണ്. ഈ ബാബയും വളരെയധികം സർവീസ് ചെയ്യുന്നുവല്ലോ. ഇദ്ദേഹത്തിൻ്റേത് പരിധിയില്ലാത്ത സർവീസാണ്. നിങ്ങൾ പരിധിയുള്ള സർവീസ് ചെയ്യുന്നു. സർവീസിലൂടെ തന്നെയാണ് ഇദ്ദേഹത്തിനും പദവി ലഭിക്കുന്നത്. ശിവ് ബാബ പറയുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യൂ. ഇദ്ദേഹത്തിനും നിർദ്ദേശം നൽകുന്നു. കൊടുങ്കാറ്റ് കുട്ടികൾക്ക് വരുന്നു. ഓർമ്മയിലൂടെ അല്ലാതെ കർമ്മേന്ദ്രിയങ്ങളെ വശപ്പെടുത്തുക പ്രയാസമാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് തോണി അക്കരെ എത്തേണ്ടത്. ഇത് ശിവ് ബാബയാണോ പറയുന്നത് അതോ ബ്രഹ്മ ബാബയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതും പ്രയാസമാകുന്നു. ഇതിൽ വലിയ മഹീനമായ ബുദ്ധി ആവശ്യമാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ സമയം പൂർണ്ണമായും മർജീവ ആകണം. പഠനം നല്ല രീതിയിൽ പഠിക്കണം. തൻ്റെ ചാർട്ടും രജിസ്റ്ററും വെക്കണം. ഓർമ്മയിലിരുന്ന് തൻ്റെ കർമാതീത അവസ്ഥ ഉണ്ടാക്കണം. അന്തിമ വിനാശത്തിൻ്റെ സീൻ കാണുന്നതിനായി ധൈര്യശാലി ആകണം. ഞാൻ ആത്മാവാണ്. ഈ അഭ്യാസത്തിലൂടെ ശരീരത്തിൻ്റെ ബോധം ഇല്ലാതാകട്ടെ. വരദാനം: ദേഹബോധത്തിൻ്റെ ത്യാഗം ചെയ്ത് ക്രോധരഹിതം ആകുന്ന വിനയചിത്തരായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ദേഹബോധത്തിൻ്റെ ത്യാഗം ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും ക്രോധം വരിക സാധ്യമല്ല. കാരണം ക്രോധം വരുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എപ്പോഴെങ്കിലും ആരെങ്കിലും അസത്യമായ കാര്യം പറയുമ്പോൾ. രണ്ടാമത്തേത്, എപ്പോഴാണോ ആരെങ്കിലും അധിക്ഷേപിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് ക്രോധത്തിന് ജന്മം നൽകുന്നത്. ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ വിനയചിത്തതയുടെ വരദാനത്തിലൂടെ അപകാരിയുടെ മേലും ഉപകാരം ചെയ്യൂ. അധിക്ഷേപിക്കുന്നവരെയും ആശ്ലേഷിക്കൂ. നിന്ദിക്കുന്നവരെയും സത്യമായ മിത്രമായി കണക്കാക്കൂ. അപ്പോൾ അതിശയം എന്ന് പറയും. എപ്പോഴാണോ ഇങ്ങനെയുള്ള പരിവർത്തനം കാണിക്കുന്നത് അപ്പോൾ വിശ്വത്തിനു മുന്നിൽ പ്രസിദ്ധമാകും. സ്ലോഗൻ: ആഹ്ലാദത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി മായയുടെ അധീനതയെ ഉപേക്ഷിച്ച് സ്വതന്ത്രമാകൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. ഇപ്പോൾ ജ്വാലാമുഖിയായി ആസുരീയ സംസ്കാരം, ആസുരീയ സ്വഭാവം എല്ലാം ഭസ്മമാക്കൂ. ഏതുപോലെ ദേവിമാരുടെ സ്മാരകത്തിൽ ജ്വാലയിലൂടെ അസുരന്മാരെ സംഹരിച്ചതായി കാണിക്കുന്നു. അസുരൻ ഏതെങ്കിലും വ്യക്തിയല്ല, എന്നാൽ ആസുരീയ ശക്തികളെയാണ് ഇല്ലായ്മ ചെയ്തത്. ഇത് ഇപ്പോഴുള്ള താങ്കളുടെ ജ്വാലാ സ്വരൂപ സ്ഥിതിയുടെ സ്മാരകമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള യോഗത്തിൻ്റെ ജ്വാല പ്രജ്വലിതമാക്കൂ. അതിൽ ഈ കലിയുഗി ലോകം കത്തി ഭസ്മമാകട്ടെ. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ ഏകാഗ്രമായി സ്ഥിതി ചെയ്യവേ ശാന്തതയുടെ ഗഹനമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്.
അനുപമമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഈ ഗഹനമായ ശാന്തതയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇപ്പോൾ ആവശ്യം മനസ്സിൻ്റെ സത്യമായ ശാന്തിയാണ് എന്ന് ഞാൻ അറിയുന്നു. ഈ സങ്കല്പം എന്നിൽ വരുമ്പോൾ ഞാൻ ശാന്തിയുടെ മഹാദാനിയായി മാറുകയാണ്. സ്വാഭാവികമായി തന്നെ എൻ്റെ ആത്മജ്യോതിസിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ സങ്കല്പ ശക്തി കൊണ്ട് ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളുടെ നേർക്ക്, ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ നേർക്ക് അയക്കുകയാണ്. ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഗഹനമായ ശാന്തിയുടെ അമൂല്യ ഖജനാവ് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ്. ഈ ഗഹന ശാന്തിയുടെ പ്രകാശസ്പർശം ഏൽക്കുമ്പോൾ ആത്മാക്കൾ ശാന്തമായി മാറട്ടെ. ആത്മാക്കളിൽ ശാന്തിയുടെ ഈശ്വരീയ ഖജനാവ് നിറയട്ടെ. അവർ ശാന്തി സമ്പന്നമാകട്ടെ.